ഗായ്സ്, അപ്പോൾ പുതിയ വർഷത്തിൽ തന്നെ പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ യാത്രയിലൂടെയാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് തുടക്കം തന്നെ നമ്മൾ യാത്രകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ എന്താ പറയുക ട്രെയിനിലൊക്കെ കയറി പോവുകയാണ് ഗൈസ്. എവിടേക്കെന്ന് വെച്ചാൽ പറശ്ശിനിക്കടവിലേക്കാണ് കേട്ടോ, കണ്ണൂരേക്ക്. അപ്പോൾ എൻ്റെ ട്രെയിനിൽ അവൾ കോഴിക്കോട് നിന്ന് കയറി, ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് കയറി. അപ്പോൾ നിൽക്കാനുള്ള സ്ഥലം പോലും സത്യം പറഞ്ഞാൽ ട്രെയിനിലില്ലായിരുന്നു കേട്ടോ. മൂക്ക് മാത്രം നമ്മൾ മേലെ അഡ്ജസ്റ്റ് ചെയ്തിരുത്തി. അപ്പോൾ ഇതേണ്ട നമ്മൾ നിന്ന് കഷ്ടപ്പെട്ട് ഇതേണ്ട കണ്ണൂർ വന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ നടത്താണ് ഇത്. തീരാത്തൊരു നടത്തായിരുന്നു സത്യമായിട്ടും. എൻ്റെ മോൻ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടിരിക്കുന്നു തോന്നില്ല. അപ്പോൾ അത് ഇറങ്ങി നടക്കുന്നതിൻ്റെ ഒരു അപ്പത്തെ എനർജിയാണ് ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ അതില്ലായിരുന്നു. പിന്നെ ഇതെൻ്റെ നമ്മുടെ ബാങ്കറായിട്ടുള്ള പോരാളി പോയിട്ട് പൈസ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ഇടുന്നില്ല. ഫുള്ള് ചിലവ് ഇതുണ്ട്. ഈ വരുന്ന കക്ഷിയാണ് കേട്ടോ വഹിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോരാളി ഗൈസ്, കണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈസയൊക്കെ എടുത്ത് പിന്നെ വേണ്ട അവിടുന്ന് വീണ്ടും നമ്മൾ കണ്ണൂർ സ്റ്റാൻഡിലേക്ക് നടന്നു കേട്ടോ. പറശ്ശിനിക്കടവ് ബസ് കയറാൻ വേണ്ടി. അപ്പോൾ എന്താ മോക്ക് നോക്കിയാൽ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങ് എത്തിയുണ്ട് നമ്മളൊക്കെ കേട്ടോ. കുറേ നടന്നു, കുറേ ട്രെയിനിൽ കുത്തനെ നിന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ബസ് കിട്ടി. ബസ്സിലും കുറേ നേരം ഇരിക്കേണ്ടി വന്നു. പിന്നെ അവിടെ അങ്ങനെ നമ്മൾ ഒരു 9 മണിയാകുമ്പോൾ പറശ്ശിനിക്കടവ് എത്തി. അവിടെ എത്തിയപ്പോൾ വണ്ടിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നതുകൊണ്ട് ബാക്കിൽ കൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട്, നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ലല്ലോ, 2 കാലുകൾ ഭഗവാൻ തന്നുകൊണ്ട് നമുക്ക് അന്തസ്സായിട്ട് നടക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഒരു രക്ഷയില്ലായിരുന്നു കേസ്. അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നടത്തം തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് രാത്രിയാണ്. അപ്പോൾ നമുക്ക് ഈ നടത്തം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റൂം എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വെഡ്ഡിങ് റൂമില്ല, അമ്പലത്തിൻ്റെ അടുത്തൊന്നും നമുക്ക് റൂം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചുമ്മാ ഇതൊക്കെ ഒന്ന് ഓടിച്ച് കാണിക്കാമല്ലോ. കാല് നല്ല വേദന ഉണ്ട്, ഒരുപാട് ദൂരം നടന്നിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു വിധത്തിൽ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനൊരു സ്ഥലത്ത് സെറ്റാക്കി തന്നു. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടെ റൂമില്ലായിരുന്നു കേസ്. പിന്നെ അവിടെയുള്ള ചേട്ടനായ ഹോട്ടലിലെ ചേട്ടനാണ് നമുക്ക് വേറെ സ്ഥലത്ത് റൂമാക്കി തന്നെ. അപ്പോൾ റൂമൊക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അഫോർഡബിളായിട്ട് റേറ്റ് ആയിരുന്നു കേട്ടോ. 1000 രൂപയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ റൂമിന്. അപ്പോൾ ഇതാണ്ട് അവിടെ എത്തിയ എൻ്റെ ക്ഷീണത്തിൻ്റെ സങ്കടത്തിലാണ് എനിക്ക് അറിഞ്ഞു പോകുന്നത്. കാലൊക്കെ ഭയങ്കര വേദന കൊണ്ട്. നല്ല അടിപൊളി റൂമാണ് കേട്ടോ, അത്യാവശ്യം മോശമില്ലാതെ നമുക്ക് 2 പേർക്ക് കിടക്കാം. അപ്പോൾ ഇതാണ്ട് അവിടെ നിന്ന് നമ്മളൊന്ന് റിഫ്രഷായി, ഡ്രസ്സൊന്നും മാറ്റിയില്ല, ചുമ്മാ ഒന്ന് മോക്ക് കഴുകി മുടിയൊക്കെ ഒന്ന് പറഞ്ഞ് കെട്ടി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഹോട്ടൽസ് ഒന്നും ഒരുവിധമൊക്കെ അടച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് നടന്നാൽ എത്തുന്ന ദൂരത്തിലൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം അവിടെ കയറി. അപ്പോൾ വേണ്ടേ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അവിടെയുള്ള പിക്ചർ കണ്ടോ, ലാലേട്ടൻ്റെ അടിപൊളി പിക്ചറായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊന്നും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുത്താണ്. പിന്നെ വേണ്ട നമ്മൾ 3 പേരും കൂടി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് 2 പേർക്കും പ്ലേറ്റ് വന്നപ്പോൾ പാർക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാരി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ വേണ്ട ഈ ഉമ്മ നിങ്ങളങ്ങ് സ്വീകരിച്ചാൽ കേട്ടോ, നിങ്ങൾക്ക് തന്ന ഉമ്മയാണ്. അപ്പോൾ വേണ്ട നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ വന്നു, നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 2 മുഴുത്തവും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ തൊണ്ട കൊടുക്കാൻ പറ്റില്ല, അത്ര എരിവായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. ടാറ്റാ.